മൈക്രോപ്രോസസർ ലെക്ചർ സീരീസിലെ 9th ലെസണാണിന്ന്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ 8085 മൈക്രോപ്രോസറിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. സോ ആക്ച്വലി ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ്, അതിൽ 2 പാർട്ട് ഉണ്ടാവും, ഓപ്കോഡും ഓപ്പറൻറ്റും. ഓപ്കോഡ് മീൻസ് എന്താണ്, എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് അതാണ് ഓപ്കോഡ്. ഏത് ഡേറ്റയാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് അതാണ് ഓപ്പറൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ അഡീഷൻ എന്നുള്ള എന്താണ്, ഒരു ഓപ്കോഡാണ്. അത് നമ്മൾ ആഡ് ആണ് ഓപ്കോഡ് എന്ന് പഠിച്ചു. പിന്നെ എന്ത് ഡേറ്റയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അത് ഓപ്പറൻസ് ആണ്. ഈ ഓപ്പറൻസ് ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഡയറക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാം, നമ്മൾ പറഞ്ഞില്ലേ ഐ എന്നൊക്കെ ഡിനോട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഡേറ്റ അതിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ട് ആ രജിസ്റ്റർ അതിൽ സ്പെസിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഡയറക്റ്റായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഇൻഡയറക്റ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് നമ്മൾ എം എന്നൊക്കെ പഠിച്ചില്ലേ, ഒരു മൂവ് A, M ആണെങ്കിൽ എന്താണ്, ആ മെമ്മറി ലൊക്കേഷൻ എവിടെയായിരിക്കും, HL രജിസ്റ്റർ പെയറിലായിരിക്കും എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പം ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഓപ്പറൻസ് ഒരു ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യാം. അതിനെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് വേസ് ദാറ്റ് എ മൈക്രോപ്രോസസർ ക്യാൻ ആക്സസ് ഡേറ്റ are referred to as addressing modes. So in 8085 there are 5 addressing modes. They are immediate, register, direct, indirect and implied. ഈ ഇംപ്ലൈഡിനെ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്നും പറയും. അതുപോലെ ഇൻഡയറക്റ്റിനെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നും പറയും. ഏതായാലും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് 5 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം എന്തായിരിക്കും. ഡയറക്റ്റ് ഡേറ്റ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ ഓപ്കോഡ് നമ്മുടെ ഡേറ്റ, ഇൻപുട്ട് ഡേറ്റ ഡയറക്റ്റ് ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ വിച്ച് ഈസ് നോൺ ആസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്. അത് നമുക്ക് 8 ബിറ്റോ അല്ലെങ്കിൽ 16 ബിറ്റ് ഡേറ്റയോ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റ് സ്പെസിഫൈ ചെയ്യാം. സോ 8 or 16 ബിറ്റ് ഡേറ്റ സ്പെസിഫൈഡ് ആസ് എ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനിൽ ഐ ഉണ്ടോ അതിൻ്റെ മീനിങ് എന്താണ്, അതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. MBI A,34. അപ്പോൾ ഇവിടെ എന്താണ്, മൂവ് ഇൻസ്ട്രക്ഷനാണ്, അതിൽ ഐ ഉണ്ടെങ്കിൽ മീനിങ് എന്താണ്, മൂവ് ഇമ്മീഡിയറ്റ് ഡേറ്റ ടു അക്യുമുലേറ്റർ. സോ ഇതൊരു ഇമ്മീഡിയറ്റ് ഡേറ്റയാണ്, ഈ ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, മൂവ് ചെയ്യുക, അതാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത LXI D,10FF. L എന്ന് വെച്ചാൽ എന്താണ്, ലോഡാണ്. എക്സ് എന്ന് കണ്ടാലും മനസ്സിലേക്ക് ഓർക്കണം 16 ബിറ്റ് ഐ. അപ്പോൾ ലോഡ് 16 ബിറ്റ് ഇമ്മീഡിയറ്റ് ഡേറ്റ ടു D രജിസ്റ്റർ പെയർ. സോ അവിടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട് 10FF. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തതിൻ്റെ മീനിങ് എന്താണ്, ഡേറ്റ 16 ബിറ്റ് ആണ്. ഡേറ്റ 16 ബിറ്റ് ആണെങ്കിൽ നമുക്ക് D എന്തായിരിക്കും, രജിസ്റ്റർ പെയർ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡിയുടെ രജിസ്റ്റർ പെയർ ഏതായിരുന്നു, E ആണ്. സോ ഡിയിലും ഇയിലും കൂടി ആയിരിക്കും ഡേറ്റ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. 16 ബിറ്റ് ഡേറ്റ രജിസ്റ്റർ പെയറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹയർ ബൈറ്റ് ഈ സ്പെസിഫൈഡ് രജിസ്റ്ററിലായിരിക്കും, ഡിയിലായിരിക്കും. ലോവർ ബൈറ്റ് അതിൻ്റെ അടുത്ത പെയറിലായിരിക്കും. ദാറ്റ് മീൻസ് ഡിയുടെ പെയർ ഏതാണ്, ഇ ആണ്. സോ 10FFൽ ഹയർ ബൈറ്റ് 10 ഡിയിൽ സ്റ്റോർ ആവും, ലോവർ ബൈറ്റ് FF എവിടെ സ്റ്റോർ ആവും, ഇയിൽ സ്റ്റോർ ആവും. അപ്പോൾ ഇതാണ് LXI D,10FFH. അപ്പോൾ ഈ ഇങ്ങനത്തെ കുറച്ച് ലെറ്ററിൻ്റെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് പഠിച്ചു വെച്ചാൽ ഏത് ഇൻസ്ട്രക്ഷൻ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവും. L മീൻസ് എന്താണ്, ലോഡാണ്. X മീൻസ് 16 ബിറ്റ്. A എന്താണ്, ഇമ്മീഡിയറ്റ് ഡേറ്റ. സോ ലോഡ് 16 ബിറ്റ് ഇമ്മീഡിയറ്റ് ഡേറ്റ. ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് തന്നെ ഡിയിലേക്ക് മൂവ് ചെയ്യണം. സോ ഡി രജിസ്റ്റർ പെയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഐ ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ മീനിങ് ഇതാണ്. നമുക്ക് ഇത് ഒരു ഡേറ്റയാണോ അല്ലെങ്കിൽ അഡ്രസ്സാണോ, മെമ്മറി അഡ്രസ്സും നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കും കാണാൻ. അപ്പം മെമ്മറി അഡ്രസ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഐ എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനിൽ ഐ ഉണ്ടെങ്കിൽ അതെന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ബാക്കി ഇതൊക്കെ അറിയാമല്ലോ, ഇത് ആഡ് ഇമ്മീഡിയറ്റ് ഡേറ്റ, ഇതെന്താണ് സബ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഡേറ്റ, ഇതെന്താണ് ആൻഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുക, ഏത് അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷൻ എടുത്താലും ഒരു ഇൻപുട്ട് അക്യുമുലേറ്ററിലായിരിക്കും, അടുത്ത ഇൻപുട്ടാണ് അവരിവിടെ ഡയറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇതും അക്യുമുലേറ്റർ കണ്ടന്റും കൂടെ ആഡ് ചെയ്യുന്നു, റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇങ്ങനെ ഏത് ഡേറ്റ, ഏത് ഇൻസ്ട്രക്ഷൻ എടുത്താലും അതിൽ ഇമ്മീഡിയറ്റ് ഡേറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ ഡയറക്റ്റ് ഡേറ്റ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്. അടുത്താണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. പേര് കേൾക്കുമ്പോഴേ അറിയാം, ഇവിടെ എന്തായിരിക്കും, ഡേറ്റ എവിടെയായിരിക്കും, ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുകയായിരിക്കും. സോ അവിടുത്തെ സോഴ്സ് ഓപ്പറൻറ്റും ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റും. അപ്പോൾ നമുക്ക് സോഴ്സും ഓപ്പറൻറ്റും ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ എയിലെയും ബിയിലെയും കൂടെ ഡേറ്റ ആഡ് ചെയ്ത് എയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് ഡേറ്റ റിസൾട്ട് എവിടെയാണ്, എയിലല്ലേ. സോ എ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റും ബി സോഴ്സ് ഓപ്പറൻറ്റും ആയിരിക്കും.
അതെപ്പോഴും ഒരു ഇൻസ്ട്രക്ഷനിൽ 2 ഓപ്പറൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചില ഇൻസ്ട്രക്ഷനിൽ 2 ഓപ്പറൻറ്റും ഉണ്ടാവും. മീൻസ് 2 ഡേറ്റയും എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 ഡേറ്റയും ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ചില ഇൻസ്ട്രക്ഷനിൽ എന്താണ് ഒന്നിൻ്റെ കാര്യം മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം മറ്റേത് ഡിഫോൾട്ട് ആയിരിക്കും. കാരണം ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷനിൽ ഒരു ഡേറ്റ എയിലാണ്, അപ്പോൾ അതിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ആഡ് സി എന്ന് കൊടുത്താലേ മീനിങ് എന്താണ്, സിയും എയും കൂടെ ആഡ് ചെയ്യുക, റിസൾട്ട് എയിൽ സ്റ്റോർ ആവുക. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, സോഴ്സ് ഓപ്പറൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ഓപ്പറൻറ്റേ ഉള്ളൂ. ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് അറിയാം, അക്യുമുലേറ്റർ ആണ്. അപ്പോൾ അത് ഓരോ ഇൻസ്ട്രക്ഷനിലും ഓരോ ടൈപ്പിലായിരിക്കും. ചില ഇൻസ്ട്രക്ഷനിൽ ഓപ്പറൻറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചിലതിൽ ഓപ്പറൻറ്റ് ഡയറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, ചിലതിൽ സോഴ്സ് ഓപ്പറൻറ്റും ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് എ ബി രണ്ടും കൊടുത്തിട്ടുണ്ട്. മൂവ് എ കോമ ബി എന്ന് വെച്ചാൽ എന്താണ്, ബിയിലെ ഡേറ്റ എയിലേക്ക് മൂവ് ചെയ്യുക. സോ ബി എന്താണ്, സോഴ്സ് ഓപ്പറൻറ്റ് ആണ്, എ എന്താണ്, ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ സോഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഡെസ്റ്റിനേഷൻ ആരാണ്, എ ആണ്. ഇതാണ് സോഴ്സ് ഓപ്പറൻറ്റ്, ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ സോഴ്സ് ഓപ്പറൻറ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് അല്ലെങ്കിൽ രണ്ടും ഒരു രജിസ്റ്ററിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് നോൺ ആസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ മൂവ് എ കോമ ബി എന്ന് വെച്ചാൽ എന്താണ്, ബിയിലെ ഡേറ്റ എയിലേക്ക് മൂവ് ചെയ്യുക. രണ്ടും രജിസ്റ്ററാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ആഡ് സി എന്താണ്, സിയും എയും കൂടെ ആഡ് ചെയ്യുക, എയിൽ എന്ത് ചെയ്യുക, റിസൾട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ആണ്. അതുപോലെ ഇതിലെല്ലാത്തിലും എന്താണ്, രജിസ്റ്റർ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ വിച്ച് ഈസ് നോൺ ആസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇനി അടുത്ത ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് മീൻസ് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻസ്ട്രക്ഷനിൽ ഒരു 16 ബിറ്റ് അഡ്രസ്സ്, നമുക്കറിയാം മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എത്രയാണ്, 16 ബിറ്റ് ആണ്. ആ 16 ബിറ്റ് അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ ഡേറ്റയായിട്ടും അല്ല രജിസ്റ്ററും അല്ല, ഡയറക്റ്റ് അഡ്രസ്സ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് നോൺ ആസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഫോർ എക്സാമ്പിൾ LDA 300H ഇതൊരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇതിൻ്റെ മീനിങ് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. LDA മീൻസ് എന്താണ്, ലോഡ് അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിലേക്ക് ഒരു ഡേറ്റ ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ അക്യുമുലേറ്ററിലേക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുക. അക്യുമുലേറ്റർ ലോഡ് ചെയ്യുന്നു. എന്ത് ഡേറ്റയാണ് ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ് ലൊക്കേഷനാണ് ഇവിടെ കൊടുക്കുക. 300H എന്ന് വെച്ചെന്നാണ് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. ആ ലൊക്കേഷനിലുള്ള ഡേറ്റ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, എയിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇമ്മീഡിയറ്റ് ഡേറ്റ, ഈ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഐ സ്പെസിഫൈ ചെയ്തതിൻ്റെ റീസൺ മനസ്സിലായോ? ഈ 300H എന്ന് കാണുമ്പോൾ ഇത് ഡേറ്റയാണോ മെമ്മറി ലൊക്കേഷൻ ആണോ എന്നൊക്കെ മനസ്സിലാവേണ്ടേ മൈക്രോ പ്രോസസറിന്. അതിന് വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് ഡേറ്റ ആണെങ്കിൽ ഐ എന്ന് എല്ലാ ഇൻസ്ട്രക്ഷനിലും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഐ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് മനസ്സിലാവും, ഇതൊരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യണം, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യണം. അടുത്ത് നമ്മൾ ഇന്നും ഔട്ടും ഒക്കെ പഠിച്ചില്ലേ. ഇന്നും ഔട്ടും എന്തായിരുന്നു, ഒരു ഇൻപുട്ടിൽ പോർട്ടിലെ ഡേറ്റ റീഡ് ചെയ്യുക, എന്നിട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇനി ഔട്ട്പുട്ട് പോർട്ട് എന്ന് വെച്ചാൽ അക്യുമുലേറ്റർ കണ്ടന്റിനെ ആ പോർട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. അപ്പോൾ അതിലെല്ലാം ഇന്നിലും ഔട്ടിലും എന്തായിരിക്കും, ആ പോർട്ടിൻ്റെ അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത് എന്താണ്, ഡയറക്റ്റ് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് വിച്ച് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അടുത്ത STA. LDAയും STAയും മാറിപ്പോയത്. LDA എന്താണ്, അക്യുമുലേറ്ററിലേക്ക് ഒരു ഡേറ്റ ടു അക്യുമുലേറ്റർ ഡേറ്റ സ്റ്റോർ ചെയ്യുക. സോ ലോഡ് ഡേറ്റ ടു അക്യുമുലേറ്റർ ആണ് ലോഡ് ചെയ്യുക. STA എന്താണ്, STA മീൻസ് എന്താണ്, ദ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ സ്റ്റോർ ടു എ മെമ്മറി ലൊക്കേഷൻ. എയിലെ ഡേറ്റ ഫ്രം എ ടു മെമ്മറി ലൊക്കേഷനാണ് STA. അപ്പോൾ മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു ഓർക്കുക, അതാണ് STA. സോ അക്യുമുലേറ്റർ കണ്ടന്റ് എന്താണോ അത് ഈ സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഡയറക്റ്റ്, ഇതിലെല്ലാത്തിലും ഡയറക്റ്റ് അഡ്രസ്സ് തന്നെ ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് മീൻസ് അല്ലെങ്കിൽ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്നാണ്. ഇതിൽ മെമ്മറി ലൊക്കേഷൻ ഡയറക്റ്റ് അല്ല കൊടുത്തിട്ടുള്ളത്, ഒരു രജിസ്റ്റർ പെയറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡയറക്റ്റ് 300H എന്ന് കൊടുക്കാതെ ആ 300H ഒരു രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ രജിസ്റ്റർ പെയർ ആണ് ഇവിടെ ഡയറക്റ്റ് കൊടുക്കുന്നതെങ്കിൽ വിച്ച് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ പെയർ എന്തായാലും വേണം, കാരണം 16 ബിറ്റാണ് മെമ്മറി അഡ്രസ്സ്. 16 ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു രജിസ്റ്റർ പോരാ, 2 രജിസ്റ്റർ വേണം. സോ എപ്പോഴും രജിസ്റ്റർ പെയർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, ലോഡ് AXB. ഇവിടെ LDA 300H എന്താണ്, ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് LDA. ഇവിടെ എന്താണ്, LDAXB എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ലോഡ് അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യുക. ഇവിടെ ഒരു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്, 16 ബിറ്റാണ്, 16 എന്നാണ് എൻ്റെ മീനിങ്. 16 ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ് വരുന്ന എന്താണ്, രജിസ്റ്റർ പെയർ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എക്സ് കൊടുത്തത്, കാരണം ഇത് കഴിഞ്ഞ് വരുന്ന ഒരു 16 ബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൈക്രോ പ്രോസസർ B എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ രജിസ്റ്റർ കണ്ടന്റും കൂടെ എടുക്കും, അതിൻ്റെ രജിസ്റ്റർ പെയറും കൂടെ കൺസിഡർ ചെയ്യും. സോ ലോഡ് AXB മീൻസ് എന്താണ്, B രജിസ്റ്റർ പെയറിൽ ഒരു മെമ്മറി ലൊക്കേഷൻ, മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആ മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റ എന്താണോ ആ ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക. അടുത്ത മൂവ് എം കോമ എ എന്തായിരുന്നു? അക്യുമുലേറ്റർ കണ്ടന്റ് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. ആ മെമ്മറി ലൊക്കേഷൻ എവിടെയായിരിക്കും ഉണ്ടാവുക? HL രജിസ്റ്റർ പെയറിലാണ്. ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എം എന്ന് എപ്പോൾ ഡിനോട്ട് ചെയ്താലും ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ ഇതുപോലെ ഓപ്പറൻഡ് എം എന്ന് കണ്ടാൽ അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു മെമ്മറി ലൊക്കേഷനാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എവിടെയാണുള്ളത്? HL രജിസ്റ്റർ പെയറിലാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ പെയറിലാണ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ഏത് അഡ്രസ്സിംഗ് മോഡാണ്? ഇൻഡയറക്റ്റ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ഈ ലോഡ് AX പോലെ തന്നെ എന്താണ് STAXB മനസ്സിലാകുന്നില്ലേ? എന്താണ്? അക്യുമുലേറ്റർ കണ്ടന്റ് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. ആ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? BC രജിസ്റ്റർ പെയറിലായിരിക്കും. അടുത്തത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഓപ്പറൻഡ് ഉണ്ടാവില്ല. അത് ഡിഫോൾട്ടായിട്ട് അറിയായിരിക്കും. അതാണ് ഇംപ്ലൈഡ്. ദാറ്റ് മീൻസ് നമ്മൾ STC RLC RAL CMA എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? CMA എന്ന് വെച്ചാൽ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ കണ്ടന്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കണമെങ്കിൽ CMA എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, CMA എന്നുള്ളൊരു ഓപ്കോഡ് മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ മൈക്രോപ്രോസസ്സിന് മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു ഓപ്കോഡ് അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അഡ്രസ്സിംഗ് മോഡാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. അതെല്ലാ റൊട്ടേഷൻ ഓപ്പറേഷനും നമ്മൾ റൊട്ടേഷൻ ലെഫ്റ്റ്, റൊട്ടേഷൻ റൈറ്റ്, റൊട്ടേഷൻ ലെഫ്റ്റ് വിത്ത് ക്യാരി, റൊട്ടേഷൻ റൈറ്റ് വിത്ത് ക്യാരി, പിന്നെ സെറ്റ് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ, പിന്നെ കോംപ്ലിമെൻറ്റ് ക്യാരി ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതെല്ലാം എന്താണ്? ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ഇത് ഏതാണ് അഡ്രസ്സിംഗ് മോഡെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. I എന്നുള്ള എന്ത് കണ്ടാലും എന്താണ്? ഇമ്മീഡിയറ്റ് ഡേറ്റ കൊടുത്തിരിക്കുകയാണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓപ്പറൻ്റ് എല്ലാം രജിസ്റ്റർ ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. മെമ്മറി ലൊക്കേഷൻ ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ രജിസ്റ്റർ പെയറാണ് ഇൻസ്ട്രക്ഷനിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ, സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അതെന്താണ്? രജിസ്റ്റർ ഇൻഡയറക്റ്റ്. രജിസ്റ്ററിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് മെമ്മറി കൊടുത്തിരിക്കുന്നതാണ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇനി ഓപ്പറൻ്റ് ഒന്നുമില്ല, ഓപ്കോഡ് മാത്രമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതെന്താണ്? ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളെല്ലാ ഇൻസ്ട്രക്ഷനും എടുത്ത് നോക്കിയിട്ട് ഏത് അഡ്രസ്സിംഗ് മോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ ഇൻസ്ട്രക്ഷനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ നോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൽ ഓരോ ഇൻസ്ട്രക്ഷനും നോക്കുക, ഏത് അഡ്രസ്സിംഗ് മോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമൻറ്റിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാലും മതി. മെയിൽ ID എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.